എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രന് സീറ്റ് നൽകുന്നതിനെ ചൊല്ലി NCP സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്ന് എ കെ ശശീന്ദ്രനും അനുകൂലികളും ഇറങ്ങിപ്പോയി. മുക്കം മുഹമ്മദിന്റെ പേരും പരിഗണനയിൽ വന്നതിനെ തുടർന്നാണ് ബഹിഷ്കരണം. തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിനായി തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന NCPയുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റിയിലാണ് ഭിന്നത വെളിവായത്. എലത്തൂരിൽ തന്നെ മത്സരിപ്പിക്കുന്നതിന് അനുകൂലമായ തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ ശശീന്ദ്രൻ കമ്മിറ്റിയിൽ PC ചാക്കോ പങ്കെടുക്കുന്നത് പാർട്ടി ഭരണഘടനാ പ്രകാരം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറങ്ങിപ്പോന്നത്. ശശീന്ദ്രൻ അനുകൂലികളായ PK രാജൻ, വർക്കല രവികുമാർ, സുഭാഷ് പുഞ്ചക്കോട്ട എന്നിവരും ഇറങ്ങിപ്പോയി. 12-അംഗ സമിതിയിൽ 10 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരും 2 പേർ പാർലമെന്ററി പാർട്ടി നേതാവും സംസ്ഥാന അധ്യക്ഷനുമാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനല്ലാത്ത ചാക്കോയ്ക്ക് എങ്ങനെ പങ്കെടുക്കാനാകുമെന്നായിരുന്നു ശശീന്ദ്രന്റെ വാദം. എന്നാൽ ഈ മാസം 5-ന് ചേർന്ന ഇലക്ഷൻ കമ്മിറ്റിയിൽ ചാക്കോ പങ്കെടുത്തപ്പോൾ ഇത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നതെന്നാണ് മറുപക്ഷത്തിന്റെ ചോദ്യം. തർക്കമുള്ള സാഹചര്യത്തിൽ എലത്തൂരിലെ സ്ഥാനാർത്ഥി നിർണയം കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് എ കെ ശശീന്ദ്രൻ, മുക്കം മുഹമ്മദ്, PM സുരേഷ് ബാബു എന്നീ പേരുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് സമർപ്പിക്കും. PC ചാക്കോയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ചാക്കോ അനുകൂലിയായ കേരളത്തിൽ നിന്നുള്ള സതീഷ് കുമാറും സമിതിയിൽ അംഗമാണ്. കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് മത്സരിക്കും. പാർട്ടിയുടെ 3-ാം സീറ്റായ കോട്ടക്കൽ വേണമെന്ന CPM-ന്റെ ആവശ്യം NCP അംഗീകരിച്ചു. പകരം മലപ്പുറം സീറ്റിൽ മത്സരിക്കും. KT മുജീബാണ് മലപ്പുറത്തെ NCP സ്ഥാനാർത്ഥി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.